Hi friends, welcome to Garam Masala, the magic spices of cooking. ഇലയട. ഇന്ന് നമുക്ക് കേരള ട്രഡീഷണൽ ഡിഷായ ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: വാഴയില, ഫില്ലിങ്സിന് വേണ്ട ചേരുവകൾ: തേങ്ങ 1 കപ്പ്, ശർക്കര 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ, ചെറിയ ജീരകം പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നേന്ത്രപ്പഴം 1/2 കപ്പ്. ഇത് ഓപ്ഷണലാണ്. മാവിന് വേണ്ട ചേരുവകൾ: അരിപ്പൊടി 2 കപ്പ്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഉപ്പ്. ആദ്യം നമുക്ക് വാഴയിലയെ ചെറുതായി മുറിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ എല്ലാ വാഴയിലയും നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. ഓരോ ഇൻഗ്രീഡിയൻസ് ആയി നമുക്ക് മിക്സിംഗ് ബൗളിലോട്ട് എടുക്കാം. അതായത് തേങ്ങ, ശർക്കര, പഴം, ഏലക്കാപ്പൊടി, ജീരകം പൊടി. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരിപ്പൊടിയെ വലിയൊരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. ഇടിയപ്പം മാവിന്റെ പരുവത്തിലാണ് ഇതിനെ മാറ്റേണ്ടത്. അങ്ങനെ നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇലയടയ്ക്ക് വേണ്ട ഫില്ലിങ്സ്, വാഴയില, അരിമാവ് ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇലയട തയ്യാറാക്കാം. അതിനുവേണ്ടി കൈ നനച്ചതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് എടുക്കണം. ഇനി ഇത് വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ നനച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെക്കാം. ഫില്ലിങ്സിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഇലയടകളായി തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇലയടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്യാം. നമ്മുടെ ഇഡലി സ്റ്റീമറിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ ഇലയടയായി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇലയട കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഇലയട കൂടെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഇലയട തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.